ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 240 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് മഹത്വം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഹഗ്ഗായി പ്രവാചകൻ 37 പുസ്തകം 2 അധ്യായങ്ങൾ 38 വാക്യങ്ങൾ. ചെറിയൊരു പ്രവാചകൻ. ബാബിലോണിൽ 70 വർഷക്കാലം പ്രവാസ ജീവിതം കഴിഞ്ഞ് അവരെ മടക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ മടങ്ങി വന്നു. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച രാജാവാണ് കോരേശ് രാജാവ്. കോരേശ് രാജാവിന്റെ വിളംബരത്താൽ അവിടെയുള്ള ഇസ്രായേലിലേക്ക് മടങ്ങി ചെല്ലുവാൻ ഒരു ആഹ്വാനം കൊടുത്തു. അത് മാത്രവുമല്ല, അവർക്ക് ദൈവത്തിന്റെ ആലയം പണിയാൻ വേണ്ടിയും കൂടിയുള്ള അനുവാദവും കൊടുത്തു. അങ്ങനെ അവർ കൃപയാൽ ദൈവാലയത്തിന്റെ പണി തുടങ്ങി കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശവാസികളാകെ പ്രശ്നമായി. കാരണം യഹൂദന്മാരുടെ വരവ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. യഹൂദന്മാരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയ കൂട്ടത്തിലെ അടുത്തുള്ള പല പ്രജാതിക്കാരും ശമരിയക്കാരും എല്ലാം കൂടി അത് കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞാലും യഹൂദന്റെ പൂർവിക സ്വത്താണെന്ന് അവർ ചിന്തിച്ചില്ല. അവർ വിചാരിച്ചു ഇനിയും യഹൂദന് ഒരു മടങ്ങി വരവ് ഉണ്ടായിരിക്കുകയില്ല. അവർ പണി തടസ്സപ്പെടുത്തിയപ്പോൾ ദൈവം ഉപയോഗിച്ച ഒരു പ്രവാചകനാണ് ഹഗ്ഗായി പ്രവാചകൻ. ജനത്തെ അദ്ദേഹം ധൈര്യപ്പെടുത്തുന്നു. തന്റെ പ്രവചന ദൂത് ഉത്സാഹം കൊടുക്കത്തക്കവണ്ണം മുടങ്ങിക്കിടന്ന പണി ആരംഭിക്കുവാൻ ദൈവം പ്രവചന ആത്മാവിനാൽ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഹഗ്ഗായി. പ്രൈസ് ദി ലോർഡ്. പ്രവചനാത്മാവുള്ളവർ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന പദ്ധതികൾ ഉണ്ടായില്ല, പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളെ ഉണ്ടായിരിക്കും. 16 വർഷം കഴിഞ്ഞപ്പോൾ പണി ആരംഭിച്ചപ്പോൾ ശമരിയർ ശക്തമായി എതിർത്തു. എന്നാൽ കോരേശ് വിവരം അറിഞ്ഞ് പ്രത്യേകമായ അനുവാദം കൊടുത്തു പണിയുവാൻ. സാധനങ്ങൾ അയൽ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പ്രത്യേകമായ അനുമതിയും കൊടുത്തു. ഇതിനകത്ത് ഒരു പ്രധാനമായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് ഒരു സ്ഥലത്തെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. എന്നാൽ ചില ഛിദ്രശക്തികളുടെ ശക്തിയോട് ചിലപ്പോൾ മുടങ്ങിയ പറഞ്ഞാലും അത് അവസാനിക്കുകയില്ല. പണി അത് ആരംഭിക്കുകയും അത് നന്നായിട്ട് മുന്നോട്ട് പോകും എന്നും കൂടെ ഓർപ്പിച്ചു കൊള്ളുന്നു. ഹഗ്ഗായി ജനത്തെ ഉത്സാഹിപ്പിച്ചത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ പണിയുന്ന ഈ ആലയം നേരത്തെ ഉണ്ടായിരുന്ന ആലയം തീ വെച്ച് നശിപ്പിച്ചല്ലോ നെബൂഖദ്നേസറേ, അതിലും മഹത്വവും വലുതുമായിരിക്കും. ഇതായിരുന്നു ഹഗ്ഗായിയുടെ ദൂത്. നമ്മളെന്നാ പറഞ്ഞേനെ, ചിലരെല്ലാവരും അല്ലെങ്കിലും കുറച്ച് പറഞ്ഞേനെ, വല്ല വിധേന നമുക്കൊന്ന് ആരാധിക്കാൻ ഒരിടം കിട്ടിയ പോരെ, അതിന് വലിയ വലിപ്പമൊന്നും വേണ്ട, ഒരിടം കിട്ടിയ മതിയല്ലോ എന്നുള്ള ചിന്ത വന്നാൽ
പണിയൊക്കെ അവതാളത്തിലും. അദ്ദേഹത്തിന്റെ വാക്കെന്ന് പറയുന്നത് മുമ്പിലത്തേക്കാൾ മഹത്വമുള്ളതായിരിക്കും. ജനത്തിന് വലിയ സന്തോഷമുണ്ടായി. നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന വാക്കുകളാൽ മറ്റുള്ളവർക്ക് പരാജയം ഉണ്ടാക്കുവാൻ നോക്കരുത്. പ്രോത്സാഹനമാണ് ശുശ്രൂഷയുടെയും പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ഹഗ്ഗായി പറയുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമാണ്, സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതിന് വലിയൊരു പവറാണുള്ളത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാലും ഈ നാമത്തിന്റെ ഒരു പവറ് വിലപ്പെട്ടതാണ്. ഹഗ്ഗായിയുടെ ഈ പ്രവചനം ജനങ്ങൾ ഏക മനസ്സുള്ളവരായി ഐക്യതയോടെ ആത്മാർത്ഥതയോടെ ആർക്കും പേര് ലഭിക്കേണ്ട എന്നുള്ള ചിന്തയോടുകൂടി പണി ആരംഭിക്കാൻ തുടങ്ങി. വളരെ വേഗത്തിലെ പണികൾ മുൻപോട്ട് പോകുന്നു. കോരേശ് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവം ഒരിക്കൽ പറഞ്ഞു, കോരേശ് എന്റെ ഇടയൻ, എനിക്ക് ഹിതമുള്ളതൊക്കെ അവൻ ചെയ്യും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. നമുക്ക് എത്ര സ്ഥലമുണ്ടെന്ന് പറഞ്ഞാലും എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും വലിയൊരു കൂട്ടം ആളുകൾ നമ്മുടെ സഭയിലെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാലും നമ്മൾ ഏതു കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഐക്യതയില്ലെങ്കിൽ നമ്മുടെ പണി പരാജയപ്പെടുക മാത്രമല്ല, ആളുകൾ സഭ വിട്ടു പോകുവാനും ഇടയായിത്തീരും. പല സ്ഥലങ്ങളിലെ സഭയുടെ വളർച്ച കുറവ് മാത്രമല്ല, എണ്ണത്തിൽപ്പെട്ട പലരും പുറകോട്ട് പോകുന്ന കാര്യം ഐക്യത കുറവാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറച്ചു പേരെ ഉള്ളെങ്കിലും ആത്മാർത്ഥതയും ഐക്യത ഉണ്ടെങ്കിൽ വൻ വിജയമായിരിക്കും. അവസാനം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലെ അദ്ദേഹം ഒരു കാര്യം വരുന്നു. ഹഗ്ഗായി, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രാമോദിതമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. കാരണം ദൈവത്തിനറിയാം, സെരുബ്ബാബേലിനെ ഏൽപ്പിച്ചാൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോകും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന 2 കാര്യം, ഐക്യതയുണ്ടായിരിക്കണം, വിശ്വസ്തതയുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നാമം മഹത്വപ്പെടും. ഞാനെന്നും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ഭാരതത്തിൽ ഒരു വലിയ ഉണർവുണ്ടാൻ പോകുന്നു. നിങ്ങളും അംഗമാകുക. തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് മഹത്വം.